നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലത്തേക്കാണ്, അല്ലെങ്കിൽ ഒരു യാത്രയിലേക്കാണ്. ഇംഗ്ലണ്ടിലെ സൊമർസെറ്റിലുള്ള FSC നെറ്റിൽകോംബാണിത്. ഇതൊരു ഫീൽഡ് സ്റ്റഡി കൗൺസിൽ ഗ്രൂപ്പ് അക്കോമഡേഷൻ ആണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായ പഴയ കോട്ട, ഒരു പേടിപ്പെടുത്തുന്ന കാസിൽ പോലെ. എന്നാൽ അകത്ത് കടന്നാൽ മണിച്ചിത്രത്താഴ് സിനിമയിലെ തെക്കിനിയുടെ അതേ വൈബ്. പഴമയും മിസ്റ്ററിയും ചേർന്ന ഈ കാഴ്ചകൾ നിങ്ങളെ പൂർണ്ണമായും മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും. അതിനു പുറമെ ഈ കെട്ടിടത്തിന്റെ ചുറ്റുപാടുകൾ അതിമനോഹരമാണ്. പച്ചപ്പും ശാന്തതയും നിറഞ്ഞ പ്രകൃതി മനസ്സിനെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്വർഗം പോലത്തെ സ്ഥലം. ഇതെല്ലാം കൂടാതെ ഇവിടെ ലഭിച്ച താമസം വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഡ്രാക്കുള കോട്ടയിൽ സുഖമായി താമസിക്കുന്ന പോലത്തെ ഒരു യൂണീക്ക് അനുഭവം. മിസ്റ്ററിയും സൗന്ദര്യവും നിറഞ്ഞ യാത്രയിലേക്ക് നിങ്ങൾ റെഡിയാണോ? എന്നാ പിന്നെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഈ അനുഭവം നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. ഞങ്ങൾക്ക് ലണ്ടനിൽ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം ഏകദേശം 215 മൈലായിരുന്നു. അതായത് ഏകദേശം 4.5 മണിക്കൂർ യാത്ര. ഇംഗ്ലണ്ടിന്റെ പല ഭാഗത്തു നിന്നുള്ള ഫ്രണ്ട്സ് ഇന്നിവിടെ എത്തുന്നുണ്ട്. ഈ അക്കോമഡേഷനിൽ ഒരു 120 പേർക്ക് സ്ലീപ്പിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ സെൽഫ് കാറ്ററിംഗ് അക്കോമഡേഷൻ ആണ്. ഈ അക്കോമഡേഷന്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. ഞങ്ങൾ ഇവിടെ എത്തിയത് ഹാലോവിൻ ഡേയിലായിരുന്നു കേട്ടോ. ഇത് ഒക്ടോബറിലായിരുന്നു ഇങ്ങനൊരു ട്രിപ്പ്. അപ്പൊ നമ്മൾ വന്ന ദിവസം ഹാലോവിൻ ഡേ ഇങ്ങനൊരു അക്കോമഡേഷനിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാം ഒരു ആശ്ചര്യമായിരുന്നു. ഇത് എന്താ ഡ്രാക്കുള കോട്ടയാണോ എന്നൊക്കെ ഞങ്ങളെല്ലാം ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ പുറമേ നിന്ന് നോക്കുന്ന പോലെ അല്ല, അകത്തേക്ക് കയറി കഴിഞ്ഞാലും. ഈ ബിൽഡിങ് 16-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച എലിസബത്തൻ മാൻഷൻ ആണ്. അതിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ ചർച്ചും നമുക്ക് കാണാൻ പറ്റും. 426 വർഷങ്ങളിലേറെ പഴക്കമുള്ള ഈ കെട്ടിടം ഇന്ന് പ്രവർത്തിക്കുന്നത് കൗൺസിലിന്റെ ഫീൽഡ് സ്റ്റഡി സെന്റർ ആയിട്ടാണ്. ധാരാളം കുട്ടികൾ ഓരോ വർഷവും ഇവിടെ ഫീൽഡ് സ്റ്റഡീസിനായിട്ട് വന്ന് താമസിച്ചു പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ബയോളജി, ജോഗ്രഫി സ്റ്റുഡൻസ്. ഇത് ഫീൽഡ് സ്റ്റഡീസിന് മാത്രമല്ല, റെസിഡൻഷ്യൽ ട്രിപ്പിനും ധാരാളം ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഞങ്ങൾ 2 ദിവസത്തെ ട്രിപ്പിനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് കേട്ടോ. എന്താ ഒരു വൈബ് എന്ന് നോക്കിക്കേ. ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇടയ്ക്കൊന്ന് പോയി താമസിക്കുന്നത് വളരെ റെജുവിനേറ്റിംഗ് ആണ്. നമുക്ക് വളരെ ഒരു റീചാർജിങ് ആയിട്ട് ഫീൽ ചെയ്യും. വളരെ തിരക്ക് പിടിച്ച ഒരു ലൈഫല്ലേ, എല്ലാവരും ഇങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലല്ലേ. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ബ്രേക്കുകളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കുറച്ചു പേരെ എത്തിയിട്ടുള്ളൂ ഈ സമയത്ത്. ഈ ഫയർ പ്ലേസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഈ കെട്ടിടത്തിന്റെ പഴക്കം എന്തോരം ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ കുറച്ച് ലേഡീസ് ഈ ബിൽഡിംഗ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ ചേട്ടന്മാരൊക്കെ അവിടെ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു 100ഓളം ആൾക്കാരുണ്ട്. അപ്പൊ ഒത്തിരി ആൾക്കാരും കുട്ടികളും ഒക്കെ ഉള്ളത് കാരണം രജിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവര് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങള് ഈ ബിൽഡിംഗ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവാണ്. ഇത് ഇവിടുത്തെ ലൈബ്രറിയും റീഡിംഗ് റൂമും ഒക്കെയാണ്. കാരണം കുട്ടികളൊക്കെ ധാരാളം വരുന്ന സ്ഥലമല്ലേ. അപ്പം ഇതിവിടെ ലൈബ്രറി ഉണ്ട്, അതുപോലെ ഇൻഡോർ ഗെയിംസ് ഉണ്ട് ധാരാളം ഇവിടെ. ഇവിടെയൊക്കെ പഴയ പ്രഭുക്കന്മാരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഓരോ റൂമുകളും തുറന്ന് കണ്ട് അകത്തേക്ക് പോവാണ്. ഇവിടെ സ്നൂക്കേഴ്സ് ഒക്കെ ഉണ്ട്. ഒത്തിരി സൗകര്യങ്ങളുള്ള ഒരു വലിയ മാൻഷനാണിത്. ഒരു വലിയ ഗ്രൂപ്പിന്റെ അക്കോമഡേഷൻ, ഇതുപോലുള്ള ഗ്യാതറിങ്ങിനൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങളിവിടെ ഇംഗ്ലണ്ടിൽ വന്ന് 10-20 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണെങ്കിലും ഇതുപോലത്തെ കെട്ടിടങ്ങൾ നമ്മൾ പഴയ ഇംഗ്ലീഷ് മൂവികളിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം നേരിട്ട് ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ. ഇവിടുത്തെ ഹിസ്റ്ററി ഒക്കെ ഇവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ച് ഞങ്ങൾ ഓരോ കാഴ്ചകളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. വന്നിട്ട് ആ ബാഗും ടീ കപ്പും ഒക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഉള്ളിലേക്ക് പോകുന്നത്. ഓരോരുത്തരും ഓരോ സൈഡിൽ കൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ വന്ന് നമ്മുടെ മണിച്ചിത്രത്താഴിലെ തെക്കിനി പോലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്.
അവിടെ നോ എൻട്രി ഒക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ശുഭ അത് മുകളിലേക്ക് ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മുകളിലേക്ക് തന്നെ പോവുകയാണ്. ഇവിടെ കുറച്ച് ഇരുട്ടൊക്കെയാണ് കേട്ടോ, അപ്പൊ അത് കാരണം ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. അവിടെ പ്രവേശനം ഇല്ല. തിരിച്ച് നാഗവല്ലി കൂടിയിട്ടാവരുത് വരുന്നത്, തുറക്കരുത്. അത് തുറക്കണ്ട കേട്ടോ. എടി ഇങ്ങോട്ടുണ്ട് ഒരു ടോയ്ലറ്റ്. അത് എന്തേ പേടിച്ച് പേടിച്ച് പോകുന്നു നോക്ക്. നാഗവല്ലി എടി ഇത് നമ്മുടെ ഗണേഷ് കുമാറും പപ്പുവിനും കേർത്തില്ല. അങ്ങനല്ല, രാഘവോ രാഘവോ ഇതുപോലുള്ള ധാരാളം ഫണി മൊമെന്റ്സ് ഞങ്ങളുടെ 2 ദിവസത്തെ താമസത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കാണിച്ചതാണ്. വളരെ വലിയ അക്കോമഡേഷൻ ആയതുകൊണ്ട് തന്നെ കിച്ചനും വളരെ വലുതാണ്. ഇവിടെ 2 കിച്ചണുണ്ട്. ഇതൊരു മിനി കിച്ചനാണ്. ഇവിടെ അത്യാവശ്യം ചായയൊക്കെ ഉണ്ടാക്കും, പാത്രം കഴുകും ഒക്കെ ചെയ്യാം. കാരണം വലിയ കുക്കിംഗ് ഒക്കെ നമ്മുടെ വലിയ കിച്ചണിൽ നടക്കുമ്പോൾ അവിടെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചായയൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഈ ഒരു മിനി കിച്ചണിലുണ്ട്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് വീണ്ടും നിഗൂഢതകൾ നിറഞ്ഞ ഒരു കോറിഡോറാണ്. ഇവിടുന്ന് ഇനി നമുക്ക് മെയിൻ കിച്ചണിലേക്ക് പോകണം. ടോയ്ലറ്റ് പോകുന്നതിന് അവിടെ ഇരുന്ന് ഒരു മിനിറ്റ് ഞാൻ പോയിട്ട് അടുത്ത ടോയ്ലറ്റ്. യെസ്, ടോയ്ലറ്റ്. ടോയ്ലറ്റ് നമുക്ക് രണ്ടും കൂടെ പോകാം. അത് ടോയ്ലറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ലൈറ്റ് ഒന്നും ഇല്ല പിള്ളേരെ. എവിടെ ഈ പോകുന്നേ? അത് അടച്ചു. എന്റെ പൊന്നെ, ഇങ്ങനെ ടോയ്ലറ്റ് അടുക്കളല്ല. ഇത്തരക്കാരല്ല നമ്മള്, ഇത്തരക്കാരല്ല. നമുക്ക് ഇത് വേണ്ട. ഇവിടെ നമ്മള് വേറെ ടെക്നിക്ക് വന്നു. ശുഭ പോയാ മോൻ തന്നെ നടക്കണോ? ആണോ? മോന്റെ പേരെന്നാടാ? എടുത്ത തെക്കിനി. ഇത് റൂമിലായിരിക്കും. ഇതാണ് കിച്ചൺ. കിച്ചൺ നോക്കിട്ട് പോകണം. ഇതൊന്നും വലിയ നോ സ്റ്റുഡന്റ് ആക്സസ്. ഓ, ഡിഷ് വാഷർ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഡിഷ് വാഷർ. ശരിയാ, അതൊന്നും കേട്ടോ. രക്ഷപ്പെട്ടു. ഇവിടെ കുക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്. വിശാലമായ കിച്ചൺ. ഇതിനകത്ത് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇത് ശരിക്കും നമ്മൾ ലോസ്റ്റ് ആയി പോവല്ലോ ഇവിടെ നടന്നാലല്ലേ. ത്രൂ ഔട്ട് ഇത് അപ്പൊ നമുക്ക് മുകളിലേക്ക് പോയി റൂമുകളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. താഴത്തെ ഫ്ലോറില് കിച്ചൺ, ഡൈനിങ് ഹാള്, സെമിനാർ റൂം, വലിയ 2 ലോഞ്ച്, ടോയ്ലറ്റുകൾ, അങ്ങനെയാണ് താഴത്തെ ഫ്ലോറിലുള്ളത്. താഴെ ബെഡ്റൂംസ് ഒന്നുമില്ല. ബെഡ്റൂംസ് എല്ലാം ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ആണ്. ഇത്രയും പഴക്കമുള്ള ബിൽഡിംഗ് ആണേലും ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ മോഡേൺ തന്നെയാണ് കേട്ടോ. മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ അത് റെനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീനും ആയിരുന്നു കേട്ടോ. ബാത്റൂംസ് ആണേലും അക്കോമഡേഷൻ മൊത്തത്തിലാണേലും. അപ്പം ഇവിടെ 2 സിംഗിൾ ബെഡ്റൂമും
3 ട്വിൻ റൂംസും 18 ഡോമെട്രി റൂംസും ആണുള്ളത്. സിംഗിൾ റൂമും ട്വിൻ റൂമും എൻസ്യൂട്ട് ആണ്. ബാക്കി ഡോമെട്രി റൂംസിനെല്ലാം കോമൺ ടോയ്ലറ്റും ബാത്റൂമും ആണുള്ളത്. അപ്പൊ ഞങ്ങള് ഓടി നടന്ന് എല്ലാ ഫ്ലോറും എല്ലാ റൂമുകളും ഒക്കെ ചെക്ക് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട്. പക്ഷെ നമ്മള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും, ഏത് വഴിയാണ് കയറി വന്നത്, ഏത് വഴിയാണ് ഇറങ്ങി പോകേണ്ടത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അതിനകത്ത് ഫീൽ ചെയ്യും. അതുപോലെ ഒരു കോംപ്ലിക്കേറ്റഡ് ബിൽഡിംഗ് ആണ്. പക്ഷെ എല്ലാ റൂമിനും നമ്പേഴ്സും പേരും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഫാമിലിക്കും നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്താണ് റൂം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞല്ലോ ഒത്തിരി ഫാമിലീസ് ഉണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങള് ഇവിടെ എല്ലാം കറങ്ങി നടന്ന് എല്ലാ റൂമുകളും ചെക്ക് ചെയ്ത് ബോധ്യപ്പെട്ട് താഴേക്ക് പോവാണ്. ഇനി താഴേക്ക് ചെന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ചായ ഉണ്ടാക്കണം വരുന്നവർക്കൊക്കെ കൊടുക്കാനായിട്ട്. കുക്കിംഗ്, ഓരോരോ ആക്ടിവിറ്റീസ് ഓരോരുത്തർക്ക് അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താഴേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു സൈൻ കണ്ടു, കോർട്ട്യാർഡ് എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നേരെ കോർട്ട്യാർഡിലേക്ക് പോകാനുള്ളൊരു സ്റ്റെയർ കേസ് ആയിരുന്നു. അപ്പൊ അതുവഴി ഒന്ന് താഴേക്ക് പോയി നോക്കാന്ന് വിചാരിച്ചു. ഓട്ടോമാറ്റിക് ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങി ചെന്നപ്പോ അത് താനെ കത്തി. അപ്പോ അവിടെ ചെന്നിട്ട് ഒന്ന് തുറന്നു നോക്കുവാണ് ശുഭ. അത് അവിടുത്തെ മുറ്റത്തേക്കുള്ള ഒരു വഴിയായിരുന്നു കേട്ടോ. വീടിന്റെ പുറകുവശത്തുള്ള ഒരു കോർട്ട്യാർഡായിരുന്നു. അവിടെ പ്രത്യേകിച്ച് കാണാൻ ഒന്നും തന്നെ ഇല്ല. അവരുടെ പണിയായുധങ്ങളും സാധനങ്ങളും ഒക്കെയാണ് അവിടെ കിടക്കുന്നത്, ബിന്നും ഒക്കെ ആയിട്ട്. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ അടച്ചിട്ട് തിരിച്ച് പോവുകയാണ്. അങ്ങനെ മുകൾ വശമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ തകൃതിയായിട്ട് രജിസ്ട്രേഷനും റൂം അലോക്കേഷനും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നാച്ചുറൽ ഹിസ്റ്ററി കോഴ്സസിനെ കുറിച്ചും ക്രിയേറ്റീവ് ഫീൽഡ് വർക്കിനെ കുറിച്ചും അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ പോസ്റ്റേഴ്സ് ഒക്കെ ഇവിടെ ഒരു ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാള്. വലിയൊരു ഡൈനിങ് ഹാളാണ്. ഇത് വെറും ഒരു ട്രിപ്പ് മാത്രമല്ല, നമ്മുടെ കുട്ടികളെ നമ്മുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ പഠിപ്പിക്കാനും കൂടി വേണ്ടിയുള്ള ഒരു ഒത്തുചേരലാണിത്. നാളത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ടെന്റുകളൊക്കെ അവിടെ തയ്യാറാകുന്നുണ്ട്. നാളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരു യോഗ ക്ലാസ്സും സെമിനാറുകളും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞു, നേരം വെളുത്തു. അപ്പൊ എല്ലാവരും യോഗയ്ക്കും മറ്റുള്ള സെമിനാറുകളിലേക്കും ഒക്കെ കയറാനുള്ള തയ്യാറെടുപ്പാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ഗ്രൗണ്ടിൽ ഒത്തുകൂടിയിട്ടുണ്ട്. യോഗ സെഷൻസ് നടക്കുന്നത് ഈ ഗ്രൗണ്ടിൽ തന്നെയാണ്. പിന്നെ സെമിനാറുകളാണ് നമ്മൾ ആ ടെന്റിനകത്ത് സംഘടിപ്പിച്ചേക്കുന്നത്. അപ്പൊ എന്താ ഒരു വൈബ് എന്ന് നോക്കിക്കേ. രാവിലെ നല്ല സൂര്യപ്രകാശം ഒക്കെ വെച്ച് എല്ലാരും കൂടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് ഇവിടെ. കുറച്ചു പേര് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകും. ബാക്കിയുള്ളവര് ഇന്നും കൂടി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ മാത്രമേ ഇവിടെ വെക്കേറ്റ് ചെയ്യുള്ളൂ. 1950 മുതൽ 1967 വരെ ഈ കെട്ടിടം പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബോർഡിംഗ് സ്കൂളായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. സെന്റ് ഓഡ്രീസ് ജൂനിയർ സ്കൂൾ എന്നാണ് ഇതിനെ അറിയപ്പെട്ടിരുന്നത്. 1963 പുറത്തിറങ്ങിയ ടോം ജോൺസിന്റെ അഡാപ്റ്റേഷൻ ഓഫ് ദ ഹെൻറി ഫീൽഡിംഗ് നോവൽ എന്ന മൂവി ഷൂട്ട് ചെയ്തതും ഇവിടെ വെച്ചാണ്. നെറ്റിൽകോംബ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ഏരിയയാണ്. അതിൻ്റെ നടുവിലായിട്ട് ഈ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ഒരു ഗെയിമോ അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുള്ള പബ്ലിക്കിന് യാതൊരു ശല്യങ്ങളും ഇല്ല. അപ്പം അതുകൊണ്ടാണ് ഇതുപോലൊരു ഗ്രൂപ്പ് അക്കോമഡേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലം തന്നെ ചൂസ് ചെയ്തത്. ഇവിടെ കുറേ മേഞ്ഞു നടക്കുന്ന ചെമ്മരിയാടും കൂട്ടങ്ങളും കുറേ പശുക്കളെയും മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ താമസത്തിന് വരുമ്പോൾ നമുക്ക് ഫോറസ്റ്റിലെ ഒരു ഫാമിലി അഡ്വഞ്ചർ ഒക്കെ പ്ലാൻ ചെയ്ത് വരാൻ പറ്റും. അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടെ. പക്ഷെ ഞങ്ങൾ അതിനൊന്നും പോയില്ല, കാരണം ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ലായിരുന്നു. ഞങ്ങൾ ഒരു വീക്കെൻഡിലാണ് ഇവിടെ പോയത്. അപ്പോൾ 2 ദിവസവും നമ്മൾ ഫുള്ളി ഓക്കുപൈഡ് ആയിരുന്നു, ധാരാളം ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട്. പിന്നെ മാത്രമല്ല ഒക്ടോബർ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. അപ്പൊ തണുപ്പും കൂടെ ആയതുകൊണ്ട് ആർക്കും ഫോറസ്റ്റിലേക്കൊന്നും പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ് അല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് റിയലി 2 ദിവസവും നല്ല ഫൺ ഫിൽഡ് ഡേയ്സ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ആംബിയൻസും കൂടെ ആയപ്പോൾ ഞങ്ങളത് റിയലി എൻജോയ് ചെയ്തു. ഇതിപ്പോ എല്ലാവരും പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ സെഷനൊക്കെയാണ്. ഞങ്ങൾ ലേഡീസിന്റെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ജെൻസിന്റെ ഫോട്ടോ സെഷനാണ്.
2 ദിവസം പോയത് അറിഞ്ഞതേയില്ല. ഒരുമിച്ചിട്ടുള്ള പാചകവും കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ റിയലി എൻജോയ് ചെയ്ത 2 ദിവസങ്ങളായിരുന്നു. നമ്മുടെ മക്കൾക്കാണെങ്കിലും പുതിയ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഇനി ഇവരിൽ പലരെയും കാണണമെങ്കിൽ 1 വർഷം കാത്തിരിക്കണം. വർഷത്തിലൊരിക്കലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഒത്തുചേരലുള്ളത്. ഇവിടെ അടുത്തുള്ള മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് എക്സ്മോർ നാഷണൽ പാർക്കാണ്. അതുപോലെ തന്നെ ചെഡാർ കേവ് ഇതിനടുത്താണ്. അവിടേക്കാണ് കുട്ടികൾ കൂടുതലായിട്ടും ഫീൽഡ് സ്റ്റഡീസിനും ഒക്കെ പോകുന്നത്. ഇന്ന് നമ്മുടെ അടുത്ത് നിന്ന് വെക്കേറ്റ് ചെയ്യുന്ന 1-2 ഫാമിലീസ് ചെഡാർ കേവിലൊക്കെ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. അതുപോലെ ഈ സ്ഥലവുമായിട്ട് വളരെ അങ്ങ് അറ്റാച്ച് ആയിപ്പോയി. എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞ് പലരും ഇവിടെയൊക്കെ നിന്ന് ധാരാളം റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്താണ് മടങ്ങിയത്. അപ്പോൾ നമ്മുടെയൊക്കെ ഫോണും മനസ്സും ഒക്കെ നിറച്ച് അപ്പോൾ 2 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.